ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, റെഡ് ലേഡി പപ്പായ നട്ടിട്ട് അതിൻ്റെ അപ്ഡേഷൻ ഒന്നും കണ്ടില്ല, അതൊന്ന് കാണിച്ചു തരാമോ, ഈ പപ്പായ എന്തൊരു ആയെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതാണ് നമ്മൾ ഫെബ്രുവരി മാസം നട്ട നമ്മുടെ റെഡ് ലേഡി പപ്പായ. ഇതല്ല, ഇതുപോലുള്ള കുറേ പ്ലാന്റുകൾ നമ്മൾ നടുവാണ് ചെയ്തത്. നമ്മളൊരു ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തു. ആ ഫ്രൂട്ട് പ്ലാന്റ് 20 അടി അകലത്തിലാണ് ചെയ്തത്. ആ 20 അടി അകലത്തിൻ്റെ നടുക്കായിട്ട് ഓരോ റെഡ് ലേഡി പപ്പായയുടെ തൈ വെച്ച് നടുവായിരുന്നു ചെയ്തത്. 6 മാസം കൊണ്ട് ഫെബ്രുവരി മാസത്തിൽ നട്ടു. ജൂലൈ പകുതി ആയപ്പോൾ തൊട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്രൂട്ട് കിട്ടുവാണ് ചെയ്തത്. ഇതുപോലെ കാച്ച് കിടക്കുവാണ് നമ്മുടെ റെഡ് ലേഡി. ഇതിനകത്തൊക്കെ നമുക്ക് ഫ്രൂട്ട് ആയി തുടങ്ങിയതാണ്. ഇത് കണ്ടോ, കളർ മാറി തുടങ്ങിയത്. ഈ കളറിന് നമ്മളിത് ഇതിനകത്തുനിന്ന് പറിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് പഴുക്കാൻ വീട്ടിലൊക്കെ ചെയ്യുന്നവരൊരു കാര്യം ചെയ്യുക, ഇതൊന്ന് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വെച്ചേക്കുക. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് കിട്ടും, നല്ല കളറിൽ കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടുവാണ് ചെയ്യുന്നത്. ഈ കളറിൽ നമ്മൾ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പറിച്ചെടുക്കും. ഇത് കണ്ടോ, അപ്പോൾ അതൊക്കെ കളർ മാറി തുടങ്ങി. ഇനി പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വലയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്യേണ്ട, കളർ മാറി മൂത്ത് തുടങ്ങുന്ന ഒരു ഹാഫ് പോർഷൻ തൊട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി, നെറ്റിട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പക്ഷികളൊന്നും ഇതിനകത്ത് കൊത്താതെ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും. അപ്പം നമ്മുടെ റെഡ് ലേഡി പപ്പായ നട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ അതങ്ങ് പെടന്ന് പോവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിൻ്റെ മോൾവശം എങ്ങനെ നിൽക്കണേന്ന് കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ അടിവശം നോക്കിക്കേ, നമ്മൾ ചെരിച്ച് നട്ട ഒരു റെഡ് ലേഡി പപ്പായ തന്നെയാണ്. അത് ചെരിച്ചിട്ട് ഇവിടം വരെ വന്നു, പിന്നെ ഇത് സ്ട്രെയിറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കടയിൽ കൊടുക്കാൻ പരുവം തെറ്റി കിടക്കുന്ന ഒരു റെഡ് ലേഡിയാണ്. പക്ഷെ ഇതാണ് നമ്മുടെ കടയിൽ ഷോപ്പിൽ കൊടുക്കാൻ പാകത്തിനുള്ളത്. ഇത് കണ്ടോ, ഇതുപോലെ കളർ മാത്രം മാറിയാൽ മതി. ഇത് ഷോപ്പിൽ കൊടുക്കാനൊക്കെ പരുവം തെറ്റി നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അകത്ത് സീഡൊന്നുമില്ല, കണ്ടോ. ഇത് പുതിയതായിട്ട് നട്ട റെഡ് ലേഡി പപ്പായയിലല്ല, ഇത് നമ്മുടെ പഴയ ഒരു റെഡ് ലേഡി പപ്പായയിലാണ്. അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുതുതായിട്ട് നട്ട റെഡ് ലേഡി എല്ലാം ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പാണ്. പക്ഷെ നമ്മുടെ പഴയ റെഡ് ലേഡി ഉണ്ടായിരുന്നത് ഇതുപോലെയായിരുന്നു. എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടം ഇതാണ്, ഇതിൻ്റെ ടേസ്റ്റിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കളർ മാറിയേക്കണ കണ്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ റെഡ് ലേഡി ചെയ്തപ്പോൾ അടിവളമൊക്കെ കൊടുത്ത് നമ്മൾ നടുവാണ് ചെയ്തത്. ഇടയ്ക്ക് അല്പം കോഴിവളം ഇട്ട് കൊടുത്തായിരുന്നു, മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ. ഇടയ്ക്ക് ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് മാത്രം ചെയ്തുകൊണ്ട് വളർത്തിയതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒന്ന് തന്നെയാണ് റെഡ് ലേഡി പപ്പായ. ഒത്തിരി പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സീഡ് മേടിച്ചിട്ടാണ് നമ്മളിത് മുളപ്പിച്ചെടുക്കുന്നതെങ്കിൽ നല്ല ഗുണമേന്മയുള്ള ഹൈബ്രിഡ് സീഡുകൾ തന്നെ നമ്മൾ മേടിച്ച് നടുക. ഇതിൻ്റെ വിലയിൽ അല്പം കൂടുതലാണ്, മറ്റുള്ള സീഡുകളെക്കാളും റെഡ് ലേഡി പപ്പായയുടെ നല്ല സീഡിന് വിലയുണ്ട്. നല്ല സീഡുകൾ നോക്കി വാങ്ങി നട്ടുപിടിപ്പിക്കുക, തൈകൾ ഉണ്ടാക്കുക, ആ തൈകൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ റെഡ് ലേഡി പപ്പായ നട്ടു വളർത്താൻ പറ്റണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.